Hi children, എല്ലാവർക്കും സുഖമാണല്ലോ? ഓക്കെ. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ലെസൺ 1 അല്ലേ, ആൻഡ്രോക്ലിസ് ആൻഡ് ദ ലയൺ. 2 പാർട്ടായിട്ടായിരുന്നു മിസ് ആ സ്റ്റോറി പറഞ്ഞു തന്നത്. നമുക്കിന്ന് ആ സ്റ്റോറി കംപ്ലീറ്റ് ഒന്ന് നോക്കാം. മിസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. എല്ലാവരും ടെസ്റ്റ് എടുത്തോളൂ. ഓക്കെ, തുടങ്ങാം. എന്തായിരുന്നു ചാപ്റ്റർ നെയിം? ആൻഡ്രോക്ലിസ് ആൻഡ് ദ ലയൺ. നോക്കിയേ, ഫസ്റ്റ് പാരഗ്രാഫ്. ആൻഡ്രോക്ലിസ്, പ്രൊനൗൺസ്ഡ് ആസ് Androcles, was a slave. He worked in a rich man's house. His master was very bad. He made him work day and night and punished him often. Androcles was very unhappy. Androcles ഫസ്റ്റ് ലൈനിൽ പറയുന്നത് എന്താണ്? എങ്ങനെയാണ് ആൻഡ്രോക്ലിസ് ഉച്ചരിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആൻഡ്രോക്ലിസ്. എങ്ങനെയാണ്? ആൻഡ്രോക്ലിസ്. ആൻഡ്രോക്ലിസ്. ആൻഡ്രോക്ലിസ് വാസ് എ സ്ലേവ്. ആൻഡ്രോക്ലിസ് ഒരു സ്ലേവ് ആയിരുന്നു. സ്ലേവ് മീനിങ് എന്താണ്? അടിമ. ആൻഡ്രോക്ലിസ് ഒരു അടിമയാണ്. പണ്ട് കാലത്ത് പണമുള്ള ആൾക്കാരും രാജാക്കന്മാരും ഒക്കെ എന്താണ്, പാവപ്പെട്ട ആൾക്കാരെ തങ്ങളുടെ അടിമയാക്കി വെച്ചിരുന്നു. മാസ്റ്റർ പറയുന്ന എല്ലാവരും അനുസരിക്കണം. അവർക്ക് വളരെ കുറച്ച് ഫുഡേ കൊടുത്തിരുന്നുള്ളൂ. അവർക്ക് ഒരുപാട് ശിക്ഷകളും ഒക്കെ കൊടുക്കും മാസ്റ്റർ. അങ്ങനെയുള്ള ആൾക്കാരാണ് അടിമകൾ എന്ന് പറയുന്നത്. ആൻഡ്രോക്ലിസ് ഒരു സ്ലേവ് ആണ്, ഒരു അടിമയാണ്. ഹി വർക്ക്ഡ് ഇൻ എ റിച്ച് മാൻസ് ഹൗസ്. ആൻഡ്രോക്ലിസ് വർക്ക് ചെയ്തിരുന്നത് ഒരു റിച്ച് എന്ന് വെച്ചാൽ വെൽത്തി, വലിയ പണക്കാരനായ ഒരാളുടെ വീട്ടിലായിരുന്നു. ഹിസ് മാസ്റ്റർ വാസ് വെരി ബാഡ്. ആൻഡ്രോക്ലിസിന്റെ മാസ്റ്റർ എന്താണ്? വെരി ബാഡ്, ക്രൂരനായ ഒരു മാസ്റ്റർ ആയിരുന്നു. നല്ലതല്ലാത്ത, ചീത്തയായിട്ടുള്ള ഒരു മാസ്റ്റർ ആയിരുന്നു. അതായത് എപ്പോഴും ആൻഡ്രോക്ലിസിനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു മാസ്റ്റർ ആയിരുന്നു. He made him work day and night and punished him often. എല്ലാ ദിവസവും രാത്രിയും പകലുമൊക്കെ ഒരുപാട് ജോലികൾ ആൻഡ്രോക്ലിസിനെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് എന്താണ്? കൂടാതെ ഒരുപാട് ശിക്ഷയും കൊടുക്കും. ആരാണ് കൊടുക്കുന്നത്? നമ്മുടെ മാസ്റ്റർ ആൻഡ്രോക്ലിസിനാണ് കൊടുക്കുന്നത്. ആൻഡ്രോക്ലിസ് വാസ് വെരി അൺഹാപ്പി. ആൻഡ്രോക്ലിസിന്റെ ലൈഫ്, ജീവിതം എന്താണ്? യാതൊരു സന്തോഷവുമില്ലാത്ത ഒരു ജീവിതമായിരുന്നു. ഇതാണ് ഫസ്റ്റ് പാരഗ്രാഫ്. മനസ്സിലായോ? ആൻഡ്രോക്ലിസ് ഒരു അടിമയാണ്. അദ്ദേഹം ഒരു ധനികനായ ഒരാളുടെ വീട്ടിലാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ, യജമാനൻ, ഒരു ക്രൂവലായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഈ ആൻഡ്രോക്ലിസിനെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിക്കുമായിരുന്നു. ഒരുപാട് ശിക്ഷകളും കൊടുക്കും. ആൻഡ്രോക്ലിസിന്റെ ജീവിതം അൺഹാപ്പി ആയിരുന്നു ആ വീട്ടിൽ. One day, Androcles ran away to the desert. He ran and ran. The sand and the stones hurt his feet. He was very tired. One day, Androcles ran away to the desert. ഒരു ദിവസം ആൻഡ്രോക്ലിസ് മാസ്റ്ററുടെ വീട്ടിൽ നിന്നും ഓടി ഒരു ഡെസേർട്ടിൽ എത്തിച്ചേർന്നു. ഡെസേർട്ട് ആയ മരുഭൂമി. ഓടുമ്പോൾ എന്താണ്? ആൻഡ്രോക്ലിസിന് ചെരുപ്പൊന്നും ഇല്ലായിരുന്നു. അവൻ്റെ കാൽപാദങ്ങൾ മണ്ണും കല്ലും ഒക്കെ കൊണ്ട് മുറിവേറ്റിരുന്നു. ഹി വാസ് വെരി ടയേർഡ്. ആൻഡ്രോക്ലിസ് എന്താണ്? ഒരുപാട് ക്ഷീണിച്ചു. ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. മാസ്റ്ററിന്റെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ ആൻഡ്രോക്ലിസ് അവിടെ നിന്ന് ഓടി ഒരു ഡെസേർട്ടിൽ എത്തിച്ചേർന്നു. ഓടിയത് കാരണം എന്താണ്? അവൻ്റെ കാലിലൊക്കെ മുറിഞ്ഞു. അവൻ ഒരുപാട് ക്ഷീണിച്ചു. ഈ 3 ന്യൂ വേർഡ്സ് ഉണ്ട് ഇതിനകത്ത്. അത് നോക്കി. ഫസ്റ്റ് സ്ലേവ്, SLAVE, slave. Second, desert, DESERT.
slave, S-L-A-V-E, slave. Desert, D-E-S-E-R-T, desert. Tired, T-I-R-E-D, tired. Next line നോക്കിയേ. He went to sleep in a cave. ഡെസേർട്ടിൽ എത്തിച്ചേർന്ന് അവൻ ഒരുപാട് ക്ഷീണിച്ചു പോയി. അവൻ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി. അവൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. അവസാനം ഒരു കേവ് കണ്ടുപിടിച്ചു. കേവ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഹ അല്ലേ? He went to sleep in a cave. അവൻ ആ ഗുഹയ്ക്കകത്ത് കയറി ഉറങ്ങാനായിട്ട് തയ്യാറെടുത്തു. The cave belonged to a lion. The lion had gone out hunting for its food. After some time, Androcles woke up from his sleep. Suddenly, he heard a lion roar. The cave belonged to a lion. ആ കേവ് ഒരു ലയണിൻ്റെ സിംഹത്തിൻ്റെ. The lion had gone out hunting for its food. ആ സമയത്ത് ലയൺ അവിടെ ഇല്ലായിരുന്നു. എവിടെയായിരുന്നു? തൻ്റെ ഭക്ഷണം അന്വേഷിച്ച് ഹണ്ടിങ്ങിന് പോയി, വേട്ടയാടാൻ പോയി. ഹണ്ടിങ് മീൻസ് വേട്ടയാടുക. ആഫ്റ്റർ സം ടൈം ആൻഡ്രോക്ലേസ് woke up from his sleep. കുറേ കഴിഞ്ഞ് ആൻഡ്രോക്ലേസ് തൻ്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. സഡൻലി he heard a lion roar. പെട്ടെന്ന് ഒരു ഭയാനകമായ ശബ്ദം കേട്ടു. ആരുടെയാണ്? ആ ലയന്റെ റോർ സൗണ്ട്, അലറുന്ന സൗണ്ട്. നെക്സ്റ്റ് ലൈൻ. He was afraid. ആൻഡ്രോക്ലസ് പേടിച്ചു പോയി. He looked around the cave and saw the lion. ആൻഡ്രോക്ലസ് ആ കേവിന് ചുറ്റും നോക്കി. ലയണിനെ കണ്ടു. ആരെയാ കണ്ടത്? ലയണിനെ. It came near him and roared again. ആ ലയൺ ആൻഡ്രോക്ലസിന്റെ അടുത്തോട്ട് പതിയെ നടന്നു വരികയാണ്. എന്നിട്ട് വീണ്ടും അലറി. Androcles realized that the lion was trying to tell him something. ആൻഡ്രോക്ലസിന് മനസ്സിലായി, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ലയൺ എന്തോ തന്നോട് പറയാൻ ശ്രമിക്കുകയാണ്. ആൻഡ്രോക്ലസിന് അന്നേരം മനസ്സിലായി. ഇതാണ് ഫസ്റ്റ് പാർട്ട്, ഫസ്റ്റ് പേജിൽ പറയുന്നത്. ഒന്നുകൂടെ പറയാം. ആൻഡ്രോക്ലസ് എന്ന് പറയുന്ന ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു വലിയ ധനികനായ ഒരു മാസ്റ്ററുടെ വീട്ടിലായിരുന്നു. അദ്ദേഹം ആ മാസ്റ്റർ വളരെ ക്രൂവലായിട്ടുള്ളൊരു മാസ്റ്ററായിരുന്നു. ആൻഡ്രോക്ലസിനെ കൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്യിക്കും. അവസാനം സഹിക്കാൻ വയ്യാതെ ആൻഡ്രോക്ലസ് ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി. ഓടി അവസാനം ഒരു ഡെസേർട്ടിൽ എത്തിച്ചേർന്നു, ഒരു മരുഭൂമിയിൽ എത്തിച്ചേർന്നു. ഓടിയപ്പോൾ എന്താണ്? അവൻ്റെ കാലൊക്കെ കല്ലും മണ്ണും കൊണ്ട് മുറിഞ്ഞു. ആകപ്പാടെ ക്ഷീണിച്ചു. നോക്കിയപ്പോൾ എന്താണ്? ഒരു കേവ് കണ്ടുപിടിച്ചു. അവനകത്ത് കയറി അതിനകത്ത് ഉറങ്ങാൻ തുടങ്ങി. ആ കേവ് ഒരു ലയണിൻ്റെ കേവായിരുന്നു. ആ സമയത്ത് ലയൺ അവിടെ ഇല്ലായിരുന്നു. ലയൺ ഹണ്ടിങ്ങിന് പോയേക്കായിരുന്നു, വേട്ടയാടാൻ പോയേക്കായിരുന്നു. കുറേ കഴിഞ്ഞ് തൻ്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ആൻഡ്രോക്ലസ് ഒരു ഭയാനകമായ ഒരു സൗണ്ട് കേട്ടു. ആരുടെയായിരുന്നു? ലയണിൻ്റെ റൂർ സൗണ്ട്, അലറുന്ന സൗണ്ട്. ആൻഡ്രോക്ലസ് പേടിച്ചു പോയി. അവൻ കേവിന് ചുറ്റും നോക്കി. ആരിയ്ക്കുന്നു? ഒരു ലയൺ. ആ ലയൺ ആൻഡ്രോക്ലസിൻ്റെ അടുത്തോട്ട് പതിയെ നടന്നു വരികയാണ്. എന്നിട്ട് വീണ്ടും അലറുന്നു. പക്ഷെ അന്നേരത്തെ അലർച്ച എങ്ങനെയാണ്? വേദന കൊണ്ടുള്ള അലർച്ചയായിരുന്നു. ആൻഡ്രോക്ലസിന് മനസ്സിലായി, പേടിക്കേണ്ട കാര്യമില്ല, ആ ലയൺ തന്നോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. നെക്സ്റ്റ് പേജ് എടുത്തേ. മനസ്സിലായല്ലോ? ഓക്കെ. The lion held up its paw and roared loudly. Androcles looked at the lion's paw. A thorn was stuck in it. He gently pulled the thorn out of the lion's paw. The lion held up its paw and roared loudly. Lion തൻ്റെ paw, it's a new word. Paw, P-A-W, P-A-W. Paw means the foot of an animal. ആനിമലിൻ്റെ കാൽപാദത്തിന് പറയുന്ന പേരാണ് paw. ലയൺ തൻ്റെ paw, കാൽപാദം പൊക്കി. എന്നിട്ട് വീണ്ടും അലറുകയാണ്. റോർഡ് ലൗഡ്ലി. ലൗഡ്ലി മീൻസ് ഉച്ചത്തിൽ അലറുക. Androcles looked at the lion's paw. Androcles ലയണിൻ്റെ കാൽപാദത്തിലോട്ട് സൂക്ഷിച്ചു നോക്കി. ലുക്ഡ് മീൻസ് നോക്കുക. A thorn was stuck in it. എന്തിരിക്കുന്നു?
thorn was stuck in it. അവിടെ എന്തിരിക്കുന്നു? ഒരു മുള്ളിരിക്കുന്നു. He gently pulled the thorn out of the lion's paw. ആൻഡ്രോക്ലിസ് പതിയെ വളരെ സോഫ്റ്റ് ആയിട്ട് ലയണിന്റെ കാൽപാദത്തിൽ നിന്ന് ആ മുള്ളിങ്ങനെ റിമൂവ് ചെയ്തു, ഊരിയെടുത്തു. The lion licked his face. ലയൺ എന്ത് ചെയ്തു? ആൻഡ്രോക്ലിസിന്റെ ഫേസിൽ ലിക്ക് ചെയ്യുക. ടങ് ഇങ്ങനെ എന്താ ലിക്ക് മീൻസ് നക്കുക. ഓക്കെ, ദിസ് വാസ് ദ ലയൺസ് വേ ഓഫ് സേയിങ് താങ്ക് യു. അവരുടെ നാക്ക് ഉപയോഗിച്ച് ഇങ്ങനെ നക്കും അല്ലേ? ദിസ് വാസ് ദ ലയൺസ് വേ ഓഫ് സേയിങ് താങ്ക് യു. ഇങ്ങനെയാണ് ലയൺ തൻ്റെ നന്ദി അറിയിച്ചത്. ആരെ? ആൻഡ്രോക്ലിസിന്. ഓക്കെ, ആൻഡ്രോക്ലിസ് ആൻഡ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. ആൻഡ്രോക്ലിസും ലയണും ഇപ്പം എങ്ങനെയാണ്? നല്ല കൂട്ടുകാരായി. He stayed in the cave for a few days. ആൻഡ്രോക്ലിസ് ലയണിൻ്റെ കൂടെ ആ കേവില് കുറച്ച് ദിവസം താമസിച്ചു. One day, the master's men came to the desert and caught Androcles. They took him back to the town. One day, the master's men came to the desert and caught Androcles. ഒരു ദിവസം മാസ്റ്ററിൻ്റെ ആൾക്കാർ ഡെസേർട്ടിൽ എത്തിച്ചേർന്നു. ആൻഡ്രോക്ലസിനെ കണ്ടുപിടിച്ചു. അവർ ആൻഡ്രോക്ലസിനെ പിടിച്ചു കൊണ്ടുപോയി. എങ്ങോട്ട്? മാസ്റ്ററുടെ വീട്ടിലോട്ട്, ടൗണിലോട്ട്. They took him back to the town. The master was very angry with Androcles for running away. തിരിച്ചു ചെന്നപ്പോൾ എന്താണ്? മാസ്റ്റർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. വെരി ആംഗ്രി. ആംഗ്രി മീൻസ് ദേഷ്യപ്പെടുക. വിത്ത് ആൻഡ്രോക്ലിസ് ഫോർ റണ്ണിങ് അവേ. തൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയതുകൊണ്ട് ആൻഡ്രോക്ലിസിന് നേരെ മാസ്റ്റർ ശരിക്കും ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ഹി വാണ്ടഡ് ടു പനിഷ് ഹിം. അവൻ ആവശ്യപ്പെട്ടു, മാസ്റ്റർ ആവശ്യപ്പെട്ടു അവന് നല്ല ശിക്ഷ കൊടുക്കണം. He asked his men to put Androcles in a lion's cage. He asked his men to എന്ത് പറഞ്ഞു? തൻ്റെ ആൾക്കാരോട് പറഞ്ഞു ആൻഡ്രോക്ലസിനെ ഒരു സിംഹത്തിൻ്റെ കൂട്ടിൽ അടയ്ക്കാൻ. The lion roared loudly when it saw Androcles. ആൻഡ്രോക്ലസിനെ കണ്ടപ്പോൾ എന്താണ്? ലയൺ വീണ്ടും ഉച്ചത്തിൽ അലറി. ആരെ കണ്ടപ്പോൾ? ആൻഡ്രോക്ലസിനെ. മാസ്റ്റർ എന്ത് ശിക്ഷയെ കൊടുത്തത്? ഒരു ലയണിൻ്റെ കൂട്ടിൽ ആൻഡ്രോക്ലസിനെ വലിച്ചെറിയുക. ആ ലയൺ എന്ന് പറഞ്ഞാൽ നല്ല ഹംഗ്രി ആയിട്ടുള്ള വിശന്നിരിക്കുന്ന ഒരു ലയണായിരുന്നു. ദ ലയൺ റോഡ് ലൗഡ്ലി വെൻ ഇറ്റ് സോ ആൻഡ്രോക്ലസ്. ആൻഡ്രോക്ലസിനെ കണ്ടപ്പോൾ ലയൺ അലറാൻ തുടങ്ങി. നെക്സ്റ്റ് പാരഗ്രാഫ്. Androcles was afraid, but the lion came near him and licked his face. It was his friend, the lion from the desert. Androcles was not afraid anymore. He and the lion sat down together in the cage. Androcles was afraid. Androcles പേടിച്ചു പോയി. But the lion came near him and licked his face. But ആ lion ആൻഡ്രോക്ലസിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ ഫേസ് ലിക്ക് ചെയ്യാൻ തുടങ്ങി, നക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് ഹിസ് ഫ്രണ്ട്, ദ ലയൺ ഫ്രം ദ ഡെസേർട്ട്. അത് ആരായിരുന്നു? ഡെസേർട്ടിൽ തൻ്റെ ഒപ്പം കേവിൽ താമസിച്ചിരുന്ന ആ സെയിം ലയൺ തന്നെയായിരുന്നു ഈ കേജിലുണ്ടായിരുന്നത്. ആൻഡ്രോക്ലസ് വാസ് നോട്ട് അഫ്രൈഡ് എനിമോർ. ഇനി ആൻഡ്രോക്ലസിന് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഹി ആൻഡ് ദ ലയൺ സാറ്റ് ഡൗൺ ടുഗദർ ഇൻ ദ കേജ്. ആൻഡ്രോക്ലസും ലയണും ആ കേജിൽ ഒരുമിച്ച് ഇരുന്നു. All the people who had gathered there saw this. They shouted, "Set Androcles free. He is a good man. Even the lion is his friend." ഈ സിംഹം ആൻഡ്രോക്ലസിനെ പിടിച്ചു തിന്നുന്നത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. All the people who had gathered there saw this. People means ആളുകൾ. ഒരുപാട് ആൾക്കാർ ആ കാഴ്ച കാണാനായിട്ട് അവിടെ ഒരുമിച്ച് വന്നിട്ടിപ്പോണ്ടായിരുന്നു. They shouted, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, "Set Androcles free. ആൻഡ്രോക്ലസിനെ തുറന്നു വിടൂ. He is a good man. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. Even the lion is his friend. ലയൺ പോലും അവൻ്റെ ഫ്രണ്ടാണ്. സോ set Androcles free. ആൻഡ്രോക്ലസിനെ ഫ്രീ ആക്കി വിടുക. Androcles was finally set free. Now it was his turn to say thank you to the lion. അങ്ങനെ അവസാനം മാസ്റ്റർ ആൻഡ്രോക്ലസിനെ ഫ്രീ ആക്കി വിട്ടു.
Now it was his turn to say thank you. ഈ സമയം ആൻഡ്രോക്ലസിന്റെ അവസരമായിരുന്നു ലയണിനോട് നന്ദി പറയേണ്ടത്. എങ്ങനെയാ പറയുന്നത് നന്ദി മറ്റൊരാളോട്? താങ്ക് യു ടു ദ ലയൺ. ഇതാണ് ഈ പേജിൽ പറയുന്നത്. ഒന്നും കൂടി മിസ് പറഞ്ഞുതരാം. ആൻഡ്രോക്ലസ് എന്ന് പറയുന്ന ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ വളരെ ക്രൂരനായിട്ടുള്ളൊരു മാസ്റ്റർ ആയിരുന്നു. ആൻഡ്രോക്ലസിനെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കും. അവസാനം ആ മാസ്റ്ററിൻ്റെ അടുക്കൽ നിന്ന് ആൻഡ്രോക്ലസ് ഓടിപ്പോയി ഒരു ഡെസേർട്ടിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു കേവ് കണ്ടു. അവിടെ കയറി ഉറങ്ങി. ആ കേവ് ഒരു ലയണിൻ്റെ കേവായിരുന്നു. ആ സമയത്ത് ലയൺ അവിടെ ഇല്ലായിരുന്നു, ഹണ്ടിങ്ങിന് പോയിരിക്കുകയായിരുന്നു. ആൻഡ്രോക്ലസ് ഉണർന്നപ്പോൾ ലയണിൻ്റെ സൗണ്ട് കേട്ടു, റോർ സൗണ്ട്. ആൻഡ്രോക്ലസ് ആദ്യം പേടിച്ചു പോയി. ബട്ട് ആ ലയൺ ആൻഡ്രോക്ലസിൻ്റെ അടുത്തോട്ട് വന്ന് കാൽപാദം ഉയർത്തി കാണിച്ചു. അവിടെ എന്തുണ്ടായിരുന്നു? ഒരു മുള്ളുണ്ടായിരുന്നു. ആൻഡ്രോക്ലസ് പതിയെ തോൺ എടുത്തു കൊടുത്തു. അങ്ങനെ ലയൺ ആൻഡ്രോക്ലസ് ഫ്രണ്ട്സായി. ലയൺ തൻ്റെ നാക്ക് ആൻഡ്രോക്ലസിൻ്റെ ഫേസിൽ ഇങ്ങനെ വെച്ചു. അതാണ് ലയണിൻ്റെ സ്നേഹം കാണിക്കുന്നത് അല്ലേ? ഒരു ദിവസം മാസ്റ്റേഴ്സിൻ്റെ ആൾക്കാർ ഡെസേർട്ടിൽ വന്ന് ആൻഡ്രോക്ലസിനെ പിടിച്ചു കൊണ്ടുപോയി തിരിച്ച് മാസ്റ്ററിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാക്കി. മാസ്റ്റർ ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പണിഷ്മെൻ്റ് കൊടുത്തു. എന്തായിരുന്നു? ആൻഡ്രോക്ലസിനെ ഒരു ലയണിൻ്റെ കേജിലോട്ട് വലിച്ചെറിയാൻ. ബട്ട് ആ കേജിലുണ്ടായിരുന്നത്, കേവിലുണ്ടായിരുന്ന ആ സെയിം ലയൺ തന്നെയായിരുന്നു. ആ ലയൺ ആൻഡ്രോക്ലസിനെ ഒന്നും തന്നെ ചെയ്തില്ല. ഓടി വന്ന് അവൻ്റെ ഫേസിൽ ലിക്ക് ചെയ്തതേ ഉള്ളൂ. അങ്ങനെ അവിടെ കൂടെ നിന്ന ആൾക്കാരെല്ലാം ഇത് കണ്ട് സർപ്രൈസ്ഡായി, ആശ്ചര്യപ്പെട്ടു. എല്ലാവരും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആൻഡ്രോക്ലസിനെ കേജിൽ നിന്ന് തുറന്നു വിടാൻ പറഞ്ഞു. അവസാനം മാസ്റ്റർ ആൻഡ്രോക്ലസിനെ സ്വതന്ത്രനാക്കി വിട്ടു. ഇതാണ് സ്റ്റോറി. ഇപ്പം എന്താണ് ഇതിൻ്റെ മോറൽ? നമ്മൾ എന്തെങ്കിലും നല്ലത് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നല്ലത് തിരിച്ച് കിട്ടും. ഇതാണ് ഈ സ്റ്റോറി. ഇനി ഈ 2 എക്സസൈസ് ഉണ്ട്, അത് നോക്കണേ. പേജ് നമ്പർ 11. Choose the correct answer and complete the sentence. First one, Androcles worked for a very dash master. ആൻഡ്രോക്ലസ് ജോലി ചെയ്തിരുന്നത് എങ്ങനെയുള്ള മാസ്റ്ററിൻ്റെ കൂടെയായിരുന്നു? ഗുഡ് ആണോ ബാഡ് ആണോ? യെസ്, ബാഡ് മാസ്റ്റർ. ആൻഡ്രോക്ലസ് വർക്ക്ഡ് ഫോർ എ വെരി ബാഡ് മാസ്റ്റർ. ഫസ്റ്റ് ആൻസർ എന്താണ്? ബാഡ്. BAD, ബാഡ്. പേജ് നമ്പർ 11 ആണ്. ആൻഡ്രോക്ലസ് വർക്ക് ചെയ്തിരുന്നത് ഒരു ബാഡ് മാസ്റ്ററിൻ്റെ കീഴിലായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹി റാൻ അവേ ടു ദ. എവിടെയിട്ടാണ് ആൻഡ്രോക്ലസ് ഓടിപ്പോയത്? ഹി റാൻ അവേ ടു ദ ഡെസേർട്ട് ആണോ ഫോറസ്റ്റ് ആണോ? ഡെസേർട്ട്. ഹി റാൻ അവേ ടു ദ ഡെസേർട്ട്. ഹി സ്ലെപ്റ്റ് ഇൻ എ, ഓപ്ഷൻ 2 ഉണ്ട്, കേവ്, കേജ്. എവിടെയാണ് ആൻഡ്രോക്ലസ് ഉറങ്ങിയത്? കേവിലാണോ കേജിലായിരുന്നു? കേവിൽ. CAVE, കേവ്. നെക്സ്റ്റ്, ദ ലയൺ ഹാഡ് എ ഡാഷ് ഇൻ ഇറ്റ്സ് പൗ. ലയണിന്റെ കാൽപാദത്തിൽ എന്തുമായിരുന്നു നിറച്ചിരുന്നത്? തോൺ. തോണാണോ നെയിലാണോ? തോൺ. THORN, തോൺ. ലാസ്റ്റ് വൺ, the lion in the cave and the lion in the cage were. കേവിൽ കണ്ട ലയണും കേജിൽ കണ്ട ലയണും സെയിം അല്ലായിരുന്നു? യെസ്, ആൻസർ ഈസ് ദ സെയിം. The same. Once again, Androclus worked for a very bad desert. He slept in a cave. The lion had a thorn in its paw. The lion in the cave and the lion in the cage were the same. Next, tick the correct sentences. First one, Androclus was a slave. Androclus was a slave ആയിരുന്നല്ലോ. That is correct. So you tick that box. First one, tick it. Okay. Next, his master was kind and good to him. ആൻഡ്രോക്ലസിന്റെ മാസ്റ്റർ ആൻഡ്രോക്ലസിനോട് സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയിരുന്നത്? ദയോടുകൂടിയായിരുന്നോ? അല്ലല്ലോ. സോ ദ ആൻസർ ഈസ് റോങ്. ഓക്കെ.
തേർഡ്, ആൻഡ്രോക്ലിസ് ഹിഡ് ഇൻ എ ഫോറസ്റ്റ്. ആൻഡ്രോക്ലിസ് ഫോറസ്റ്റിലായിരുന്നു ഒളിച്ചിരുന്നത്? അല്ലല്ലോ, ഡെസേർട്ടിലായിരുന്നു. സോ ദാറ്റ് is also wrong. Next, the lion and Androcles became friends. That is correct. ലയണും ആൻഡ്രോക്ലിസും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അല്ലേ? So the answer is right. D. Next, in the end, Androcles and the lion helped each other. അവസാനം ആൻഡ്രോക്ലിസും ലയണും പരസ്പരം സഹായിച്ചിരുന്നില്ലേ? So the answer is yes, right. Okay. Once again, Androcles was a slave. Take it. His master was kind and good to him. Though that is not correct. Androcles hid in a forest. Forest lalla, desert layirunnu vilichirunnu. That is also wrong. The lion and Androcles became friends. That is correct. In the end, Androcles and the lion helped each other. That also correct. എല്ലാവർക്കും മനസ്സിലായല്ലോ സ്റ്റോറി? ഈ രണ്ട് എക്സസൈസും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.